ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവരും കൊട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് LJPയുടെ മലക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. ഐ എം റിയലി എക്സൈറ്റഡ്. കാരണം മോഹൻലാലിൻ്റെ നേരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഇറങ്ങുന്ന അടുത്ത വർഷത്തെ ആദ്യത്തെ സിനിമയും കൂടെയാണ് മലക്കോട്ടെ വാലിബൻ. ഇതിനകത്ത് മെയിൻ പോയിന്റ് വേറെ ഒന്നുമല്ല LJP. അതുകൊണ്ട് ഒറ്റ ഒരു റീസണാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ് എന്ന് പറയുന്നത് തന്നെ. സോ let's go to teaser. Choose your language settings. കണ്ടത് നിജം, കാണാതത് പൊയ്. നീ കണ്ടതെല്ലാം പൊയ്. ഇനി കാണപ്പോവത് നിജം. മോനെ മോഹൻലാൽ ഇത്ര ഉള്ളോടെ. അശ്ശോ, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ ടിനു പാപ്പച്ചൻ. സംഭവം പെട്ടെന്ന് തീർന്നു പോയതിൽ തോന്നി. ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിട്ടില്ല. ലിജോ പള്ളിശ്ശേരി അല്ലേ എന്തെങ്കിലും ഗഡൻസ്. ആ പറഞ്ഞ ഡയലോഗ് തന്നെ കണ്ണിൽ കാണുമ്പോഴെല്ലാം നിജം ഇല്ലേ, അങ്ങനെ എങ്ങാണ്ടോ തമിഴ്. പക്ഷേ സംഭവം എന്തൊക്കെയോ ഉണ്ട് ഇടാനായിട്ട്. ഉറപ്പാണ് ലിജോ പള്ളിശ്ശേരി എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോളോടെ വയ്ക്കാതിരിക്കൂല. ഈ പടം ആക്ച്വലി 1 മണിക്കൂർ 45 മിനിറ്റ് ഉള്ളൂ. 1.25 മണിക്കൂർ പടമുള്ളൂ കേട്ടോ. റണ്ണിങ് ടൈം നോക്കിയപ്പോൾ വളരെ കുറവാണ്. സോ ഒരു ആക്ഷൻ റെസ്ലിംഗ് ഗുസ്തി പടമാണ്. വേറെ ഒന്നും ഇതിനെ പറ്റി എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇതിലത്തെ റൈറ്റർ എന്ന് പറയുന്നത് PS റഫീഖ്. നമ്മുടെ ആമീനിലൊക്കെ റൈറ്ററാണ്. ആമീൻ, പിന്നെ കുറച്ച് 3-4 സിനിമകളൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ്റെ. പിന്നെ നായകൻ, അതും LJPയുടെ സിനിമയാണ്. ഫസ്റ്റ് പടമാണ് എൻ്റെ വിശ്വാസം. അതിലത്തെ ആക്ടർ നമ്മുടെ ഇന്ദ്രജിത്തായിരുന്നു. അതൊരു ഒടുക്കത്തെ ഒരു ആക്ഷൻ ഒരു മാസ് പടമായിരുന്നു ആക്ച്വലി അത്. പിന്നെ ഇതിലത്തെ ആക്ട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊനാലി കുൽക്കർണി. എനിക്കറിയത്തില്ല പുള്ളിക്കാരി, കണ്ടിട്ടുണ്ടായിരിക്കും. ബോളിവുഡ് ആക്ട്രസ് ആണ്. പിന്നെ ഹരീഷ് പിഷാരടി ഉണ്ട്, ധനുഷ് സൈറ്റ്, അതാരാണ് ഒരു പിടുത്തമില്ല. മണികണ്ഠനുണ്ട് കേട്ടോ, നമ്മുടെ കമ്മട്ടി പാടത്തില്ല ബാലനാടാ, ആ പുള്ളിക്കാരൻ ഉണ്ട്. സെറ്റ് വളരെ കുറച്ച് ക്രൂസേ ഉള്ളൂ. മ്യൂസിക് ബൈ പ്രശാന്ത് പിള്ളയുടെ ഇതിന് മുന്നേ ഉള്ള ട്രാക്ക് പ്രശാന്ത് പിള്ളയുടെ സോളോ മൂവിയൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ ദുൽഖറിൻ്റെ സോളോ, ജല്ലിക്കെട്ട്, ഇമയു കൊള്ളാം. ഇൻട്രസ്റ്റിംഗ്. ആമീൻ, കുറേ പടങ്ങളുണ്ട്. നായകൻ ഉണ്ട്, കുറേ പടങ്ങളിലെ മ്യൂസിക്കാണ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇത് പ്രൊഡ്യൂസർ മോഹൻലാലും ഉണ്ട്. ഓക്കെ, മോഹൻലാൽ ഓൾസോ പാർട്ട് ഓഫ് എ പ്രൊഡ്യൂസർ. സിംഗിൾ ആയിട്ടാണുള്ള മോഹൻലാൽ, ആശീർവാദ് ഫിലിംസ് എന്നല്ല, സിംഗിളായിട്ട് മോഹൻലാലിനാണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. മധു നീലകണ്ഠൻ സിനിമാറ്റോഗ്രഫി. നമുക്ക് ഇതിലൊന്നും പറയാം. ഇത് ടീച്ചർ ഉണ്ടെന്ന് നമുക്കൊന്നും സിനിമാറ്റോഗ്രഫി ഒന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. സിനിമ കണ്ടാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ജാനുവരി 25 പടം റിലീസ്. അപ്പോൾ ഇനി ട്രെയിലർ ഒന്നും ഇറങ്ങുമെന്നുള്ള കാര്യം എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ബിക്കോസ് ലിജോ അങ്ങനെ ഡയറക്റ്റ് പടത്തിലേക്കായിരിക്കും. ഇനി പടത്തിലേക്ക് പോകുന്നത് നല്ലത്. ബാക്കി സ്ക്രീനിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് കിട്ടുന്നത്. സോ നമുക്ക് എന്തായാലും ബാക്കി സ്ക്രീനിൽ തന്നെ കാണാം. റിയലി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. റിയലി
അതിന് മുന്നേ നേരം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ഈ വർഷത്തെ ലാസ്റ്റ് സിനിമയാണ് മോഹൻലാലിന്. അത് അടുത്ത വർഷത്തെ തുടക്കത്തെ സിനിമയാണ് മലക്കോട്ടെ വാലിബൻ. ഒരുപാട് പ്രതീക്ഷ. നമുക്ക് പഴയ മോഹൻലാൽ, ഐ മീൻ ആ പഴയ ഒരു ലെജൻഡറി ആക്ടറിനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആക്ട്. സോ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യണം. മോഹൻലാലിൻ്റെ ആ ഒരു ലെജൻഡറി ആക്ടറിനെ പുറത്തു കൊണ്ടുവരണം, പുറത്തൊന്ന് കാണണം, ഒന്ന് കൈയടിക്കണം, ഒന്ന് വിസിലടിക്കണം, ഒന്ന് തിയേറ്ററിൽ കിടന്ന് അലറി വിളിക്കണം. ആ ഒരു ഒറ്റ പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. മോഹൻലാലിൻ്റെ പെർഫോമൻസ് കിടുവായാൽ മതി, വേറെ ഒന്നും വേണ്ട. പെർഫോമൻസ് കിടുവായാൽ മതി, പടം ലെവലാണ്. ഓക്കെ, അപ്പം LJP ലെറ്റ്സ് ഹോപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.